My God, when I in awesome wonder consider all the worlds I am. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ വചനം, പ്രത്യേകിച്ച് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ഈ ദിവസങ്ങളിൽ നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണ്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉളവായതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊക്കെ എഴുത്തുകാരുടെ സ്വന്തം അഭിപ്രായങ്ങളല്ല, പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടായിട്ട് ദൈവഭൃത്യന്മാർ എഴുതിയിട്ടുള്ളതാണ്. പഴയ നിയമത്തിൽ ഭാവികാല സംഭവങ്ങളെ പ്രതിപാദിക്കുന്ന 3 മാർമിക പുസ്തകങ്ങളാണുള്ളത്. 1 എഹെസ്കേൽ പ്രവചനം, 2 ദാനിയേൽ പ്രവചനം, 3 സഖറിയ പ്രവചനം. എന്നാൽ പുതിയ നിയമത്തിൽ ഒറ്റ പ്രവചന ഗ്രന്ഥം മാത്രമേ ഉള്ളൂ, അതാണ് വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിൽ ചോദ്യം ചെയ്യാനാകാത്ത വിധം എല്ലാ പ്രവചന ഗ്രന്ഥങ്ങളുടെയും താക്കോലാണ് ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിന്റെ വിശദീകരണമാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വെളിപ്പാട് പുസ്തകം എന്നുള്ള പ്രവചന ഗ്രന്ഥം. ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പോലെ ഗ്രഹിപ്പാൻ വളരെ ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങളാണ്. കാരണം ഇത് മുഴുവനും അസാധാരണമായ മാർമിക വിഷയങ്ങളാണ്. മാർമിക വിഷയങ്ങൾ ഗ്രഹിക്കുവാൻ എല്ലാവർക്കും സാധ്യമല്ല. രണ്ടാമത്, ഇത് അന്ത്യകാലത്തേക്കുള്ളതാകയാൽ സാമാന്യ ജ്ഞാനം കൊണ്ട് അത് ഗ്രഹിപ്പാൻ കഴിയുമില്ല. ഒരർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ പ്രത്യേക വെളിപ്പാട് തന്നെ ദൈവമക്കൾ പ്രാപിച്ചിരിക്കണം. ഉഗ്രമായ പോരാട്ടത്തിന് വിധേയമാകുന്ന 2 പുസ്തകങ്ങൾ വിശുദ്ധ വേദ പുസ്തകത്തിലുണ്ട്. 1 ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം, 2 ഒടുവിലത്തെ പുസ്തകമാവുന്ന വെളിപ്പാട് പുസ്തകം. എന്തുകൊണ്ടാണ് ഈ 2 പുസ്തകങ്ങളും സാത്താന്റെ അറ്റാക്കിന് കാരണമായിത്തീരുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്താലുള്ള വീഴ്ചയും, വെളിപ്പാട് പുസ്തകത്തിൽ പാപത്തിൽ വീണ മനുഷ്യനെ രക്ഷിച്ച് സ്വർഗം അവകാശമാക്കി കൊടുക്കുന്ന അവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും. ഇത് രണ്ടും സാത്താൻ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തെല്ലാം സാത്താൻ നഷ്ടപ്പെടുത്തിയോ അതെല്ലാം യേശു ക്രിസ്തു, അല്ലെ നമ്മുടെ യേശു കർത്താവ്, വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടെടുത്ത് അല്ലെങ്കിൽ പുതുതാക്കി തീർത്ത് തന്റെ ജനത്തിന് കൊടുക്കുന്നത് 21, 22 അധ്യായങ്ങളിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വെളിപ്പാട് പുസ്തകത്തെ പൊതുവിൽ 7കളുടെ പുസ്തകം എന്നാണ് വിളിക്കുന്നത്. അനേക 7കളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. ചിലതൊക്കെ പറയാമോ? 7 സഭകൾ, 7 നിലവിളക്ക്, 7 മുദ്ര, 7 കാഹളം, 7 ക്രോധകലശം, 7 ആത്മാക്കൾ, 7 കണ്ണ്, 7 കൊമ്പ്, 7 തല, 7 മല, 7 രാജാക്കന്മാർ, ഇങ്ങനെ അനേക 7 എന്നുള്ള പദം
വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണമിടയായി. സുവിശേഷങ്ങളിൽ രക്ഷകനായ യേശുവിനെ കാണുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ മഹത്വപൂർണമായ രാജഭരണം നടത്തുന്ന ക്രിസ്തുവിനെയാണ് കാണുന്നത്. മറക്കരുത്, സുവിശേഷങ്ങളിൽ നാം യേശു ക്രിസ്തുവിനെ രക്ഷകനായി കാണുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ മഹത്വപൂർണമായ രാജഭരണം നടത്തുന്ന ക്രിസ്തുവിനെയാണ് നാം ദർശിക്കുന്നത്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്റെ കർത്താവിന് മുൾക്കിരീടമായി ലോകം കൊടുത്തത്. എന്നാൽ അധികം താമസിക്കാതെ പൊൻകിരീടം ചൂടി എന്റെ യേശു ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. ഈ വെളിപ്പാട് പുസ്തകം വാസ്തവത്തിൽ യോഹന്നാന്റെ വെളിപ്പാടല്ല. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ വെളിപ്പാടല്ല, മറിച്ച് ഇതാരുടെ വെളിപ്പാടാണ്? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഗ്രീക്ക് ഭാഷയിൽ വെളിപ്പാടിന് അപ്പോകാലിപ്സിസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം മറ നീക്കി കാണിക്കുക. ഒരു മുറിക്കുള്ളിൽ അനേക സാധന സാമഗ്രികളുണ്ട്. അത് കർട്ടനിട്ട് മറച്ചാൽ നമുക്കത് കാണാൻ കഴിയില്ല. അപ്പോൾ തന്നെ അതിനകത്തുള്ള എല്ലാ വസ്തുക്കളും അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവം ദാനിയേലിനോട് പറഞ്ഞ അനവധി കാര്യങ്ങൾ കർട്ടനിട്ട് മറച്ചു വെച്ചിരുന്നു. പരിശുദ്ധാത്മാവിന്റെ യോഗത്താൽ യോഹന്നാൻ ആ കർട്ടൻ മാറ്റി ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അതാണ് വെളിപ്പാട് പുസ്തകം. ദൈവം യോഹന്നാൻ മുഖാന്തരം ആ വലിയ വെളിപ്പാട് തന്റെ വിശുദ്ധന്മാർക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കണമെങ്കിൽ ആദ്യമായി അതിന്റെ ഔട്ട്ലൈൻ അറിഞ്ഞിരിക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം അനുസരിച്ചാണ് വെളിപ്പാട് പുസ്തകത്തെ നാം പഠിക്കേണ്ടത്. ഒന്ന് വായിക്കാമോ? നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. നോക്കണം, വെളിപ്പാട് പുസ്തകം 3 തരം തിരിച്ചു നമുക്ക് പഠിക്കാൻ കഴിയും. 1, യോഹന്നാൻ കണ്ടതായ കാര്യങ്ങൾ. 2, ഇപ്പോഴുള്ളതായ കാര്യങ്ങൾ. 3, മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ത്രികാലങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള വെളിപ്പാടാണ് സർവശക്തനായ ദൈവം ക്രിസ്തു മുഖാന്തരം യോഹന്നാനിൽ കൂടെ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തുവാനിടയായി തീർന്നത്. എന്താണ് യോഹന്നാൻ കണ്ടത്? നമ്മൾ എത്ര പഠിച്ചാലും ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കും. അത് വ്യാഖ്യാനിക്കുവാൻ എല്ലാവരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. അത് ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങളാണ്. ആവർത്തന പുസ്തകം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തെ വേഗത്തിൽ വരട്ടെ. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 28-ാമത്തെ വാക്യം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഉള്ളതത്രേ. വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ചു നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. മറഞ്ഞിരിക്കുന്നതിന് പിന്നാലെ പോകാൻ
അധികം ബന്ധപ്പെടാതെ വെളിപ്പെട്ട് കിട്ടിയത് എന്ത് ചെയ്യണം? അനുസരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ദാനിയേൽ കണ്ട ദർശനങ്ങൾ, മറച്ചു വെച്ചിരുന്ന വിഷയങ്ങൾ യോഹന്നാൻ അപ്പോസ്തലൻ മുഖാന്തരം അവതരിക്കുക, വെളിപ്പെടുത്തിയിരിക്കുക. അതോർത്തൊന്ന് സ്തോത്രം ചെയ്ത് ആമേൻ. യോഹന്നാനോട് കർത്താവ് പറയുകയാണ്, നീ 3 കാര്യങ്ങളെ കുറിച്ച് എഴുതണം. ഒന്ന്, നീ കണ്ട കാര്യം എഴുതണം. എന്താണ് യോഹന്നാൻ കണ്ടത്? യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥ യോഹന്നാൻ കണ്ടു. 1-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു മഹത്വപൂർണനായി യോഹന്നാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട രംഗം യോഹന്നാൻ കണ്ടു കഴിഞ്ഞു. അത് നീ എഴുതണം. യേശുക്രിസ്തു ആരാണ്, നീ എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് കണ്ടത്, വ്യക്തമായി എഴുതണം. രണ്ടാമത്തേത്, ഇപ്പോഴുള്ളത്, the things which are at present, ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളതെന്ന് പറയുമ്പോൾ സഭാ കാലയളവാണ്, സഭാ കാലയളവ്. മൂന്നാമത്തേത്, the things which are going to happen, മേലാൽ സംഭവിപ്പാനുള്ളത്. എന്താണ് മേലാൽ സംഭവിപ്പാനുള്ളത്? ദൈവസഭയുടെ എടുക്കപ്പെടൽ, എതിർ ക്രിസ്തുവിന്റെ ഭരണം, ഹർമഗദോൻ യുദ്ധം, 1000 ആണ്ട് വാഴ്ച, ഗോഗുമാഗോഗ് യുദ്ധം, പുതിയ ആകാശം പുതിയ ഭൂമിയും, അന്ത്യന്യായവിധി, നിത്യത. ഇത് മേലാൽ സംഭവിപ്പാനുള്ളതാണ്. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ കണ്ട കാര്യങ്ങൾ ചുരുക്കമായി ഒന്ന് പറഞ്ഞുവിടാം. 1-ാം അധ്യായം 13 മുതൽ 18 വരെ വേഗത്തിൽ വായിക്കാമോ? 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ കണ്ടതായ കാര്യങ്ങൾ, ഒന്ന്, യേശുക്രിസ്തുവിന്റെ സ്ഥാനം എവിടെയാണെന്ന് യോഹന്നാൻ കണ്ടു. എവിടെയാണ് യേശുക്രിസ്തുവിന്റെ സ്ഥാനം? 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. പൊൻനിലവിളക്ക് ആരെ കാണിക്കുന്നു? എന്തിനെ കാണിക്കുന്നു? ദൈവസഭയെ കാണിക്കുന്നു. 1:20 തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചോ. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ. ഈ വെളിപ്പാട് പുസ്തകം ഉണ്ടല്ലോ, നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്താൽ അതിനകത്ത് തന്നെ അതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. ഇച്ചിരി സമയം എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പലതും കിടപ്പുണ്ട്. അടുക്കും ചിട്ടയോടും കൂടെ നമ്മൾ പഠിച്ചാൽ നമുക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ടൊന്നും വ്യാഖ്യാനിക്കണ്ട, അതിനകത്ത് തന്നെ വ്യാഖ്യാനം കിടപ്പുണ്ട്. അന്നേരം കർത്താവിന്റെ സ്ഥാനം എവിടാണ്? ദൈവസഭയുടെ നടുവിൽ. കർത്താവ് ഒരിക്കലും മൂലയ്ക്കും കോർണറിലും അവിടെ ഇവിടെയൊക്കെ ഒതുങ്ങുവാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. എന്റെ യേശു എവിടെ വന്നാലും മധ്യസ്ഥാനം ദൈവത്തിന് വേണം. എല്ലാവരും യേശുവിനെ അറിയണം. രണ്ടാമത്, നിലയങ്കി ധരിച്ച കർത്താവിനെ യോഹന്നാൻ കണ്ടു. യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് യേശുക്രിസ്തു ധരിച്ച നിലയങ്കി. എബ്രായ ലേഖനം 4:14 വായിക്കുമ്പോൾ അവൻ മഹാപുരോഹിതനാണെന്ന് എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായി, യേശുക്രിസ്തുവിന്റെ തലയും
തലമുടിയും, അല്ലെ, ഹിമം പോലെ വെളുത്ത പഞ്ഞി പോലെ. നമുക്കറിയാം, ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, 7-9 വാക്യം കഴിഞ്ഞ ക്ലാസ്സൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആട്ടുരോമം പോലെ നിർമ്മലമായ തലമുടി. ഇത് ഇവിടെ വെളുത്ത ഹിമം പോലുള്ള യേശുവിന്റെ മുടി, ആട്ടുരോമം പോലെ നിർമ്മലമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ മുടി, ഇത് കർത്താവിന്റെ പ്രായത്തെ വെളിപ്പെടുത്തുന്നതല്ല. മനുഷ്യന് പ്രായം വെക്കുന്നതനുസരിച്ച് മുടി നരയ്ക്കും. ആ സംഭവമല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ എന്റെ യേശു കാലങ്ങൾക്ക് അതീതനായ ദൈവമാണ്. ഭൂതകാലങ്ങൾക്കും വർത്തമാനകാലങ്ങൾക്കും ഭാവി കാലങ്ങൾക്കും അവൻ അതീതനായ ദൈവമാണ്. എന്ന് പറഞ്ഞാൽ അവൻ മുൻപേ ഉണ്ടായിരുന്നവൻ, ഇപ്പോൾ ഉള്ളവൻ, നാളെ ഉള്ളവൻ. സ്തോത്രം ചെയ്താണ്. അതാണ് യേശു ക്രിസ്തുവിന്റെ തലയും തലമുടിയും. എബ്രായരുടെ കർത്താവ് പറയുന്നത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവം. മലാക്കി പ്രവചനം 3:16 വായിക്കുന്നത് അവൻ മാറാത്ത ദൈവമാണ്. Unchanging God. നാലാമത് യോഹന്നാൻ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ കണ്ണ് അഗ്നിജാല പോലെ. മനസ്സിലായോ? ഇത് കർത്താവിന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് വെളിപ്പെടുത്തുന്ന വിഷയമാണ്. കർത്താവിന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. 139 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ എന്താ പറയുന്നത്? നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. എബ്രായർ 4:13 എന്നാ പറയുന്നത്? എബ്രായർ 4:13 അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ ദൃഷ്ടിയിൽ നഗ്നവും. ഇന്ന് രാത്രി വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം നിൽക്കുന്നത് അഗ്നിജാല പോലെ കണ്ണുള്ള സർവശക്തന്റെ മുമ്പിലാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു വാക്കില്ല, ഒരു പ്രവൃത്തിയില്ല, ഒരു വ്യക്തിയുമില്ല. അതാണ് കർത്താവിന്റെ അഗ്നിജാല പോലുള്ള കണ്ണിന്റെ പ്രത്യേകത. അഞ്ചാമത്, അവന്റെ കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സാദൃശ്യം. എന്താണ് ഇതിന്റെ അർത്ഥം? ന്യായവിധി നടത്തുവാനുള്ള കർത്താവിന്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്നതാണിത്. പിതാവിനെ എല്ലാവരും മാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധി മുഴുവൻ പിതാവായ ദൈവം പുത്രന് കൊടുത്തിരിക്കുന്നു. പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്, 2 Corinthians 5:10 നമുക്കറിയാം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മുടെ ദൈവമാരാണ്, അവൻ ന്യായവിധി നടത്തുവാൻ അധികാരമുള്ള ദൈവമാണ്. ആറാമതായി, കർത്താവിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. വളരെ ശ്രദ്ധിച്ചു പഠിക്കണം ഈ വിഷയം. ഇപ്പോൾ കർത്താവിന്റെ ശബ്ദം സ്നേഹത്തിന്റെ ശബ്ദമാണ്, കരുണയുടെ ശബ്ദമാണ്, ആർദ്രതയുടെ ശബ്ദമാണ്. എന്നാൽ ഈ സമയം തീരാറായി. ഈ കരുണയുടെയും സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും സമയം അവസാനിക്കാറായി. സമയം തീരുമ്പോൾ വേറൊരു ശബ്ദം മുഴങ്ങും. ആ ശബ്ദം എന്താണെന്ന് അറിയാമോ? ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പോകുവീ. കർത്താവിനെ അംഗീകരിക്കാത്തവരെ തള്ളിക്കളയുന്ന ഒരു ദിവസം വരാൻ പോകുകയാണ്. എന്നാൽ സ്നേഹത്തിന്റെ ശബ്ദത്തിൽ കർത്താവിനെ സ്വീകരിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏഴാമത്, കർത്താവിന്റെ വലങ്കയിൽ 7 നക്ഷത്രം. എന്താണ്? 7 നക്ഷത്രം. നക്ഷത്രം എന്തിനെ കാണിക്കുന്നതാണ് നമ്മൾ വായിച്ചത്?
സഭകളുടെ ദൈവങ്ങൾ പണങ്ങുകയും വിഷമിക്കുകയും ഒന്നും ചെയ്യുക, അസൂയപ്പെടുകയും ചെയ്യല്ല. വിശ്വാസിലേക്കാൾ ഒരു അല്പം ഉയർന്ന സ്ഥാനത്താ ദൈവാസന്മാരെ ദൈവം വെച്ചിരിക്കുന്നു. ചിരിച്ച് യെശയ്യാപ്രവചനം 49:16 വായിക്കേ. വേറൊരാള് മത്തായി സുവിശേഷം 23:11 വായിക്കേ. മത്തായി 23:11, യെശയ്യാ 49:11. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും. യെശയ്യാപ്രവചനം 49:16. ഈ പാറ്റുന്നതൊക്കെ ആരെയാണെന്നറിയാമോ? കർത്താവിനെ കൈക്കൊള്ളാത്തവരെ അല്ലേ? അത് നമ്മുടെ ടോപ്പിക്കോട് ഒത്തു വരുന്നുണ്ട്. ദൈവം വായിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാ വായിച്ചാട്ട, ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ മതി. ദൈവമക്കളെ ഞാൻ പറയട്ടെ, സർവശക്തന്റെ കയ്യിൽ അവൻ നമ്മെ വരച്ചു വെച്ചിരിക്കുക. മത്തായിയുടെ സുവിശേഷം 23:11 നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ആമേൻ. നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. ആ സ്ഥാനം കൊടുക്കണം കേട്ടോ. കാരണം കൊടുത്തില്ലേ നാളെ നമ്മൾ ദൈവ ശുശ്രൂഷകന്മാരാക്കും. അന്നേരം പിന്നെ വിഷമിക്കുന്നു. 7 നക്ഷത്രങ്ങൾ യേശു ക്രിസ്തുവിന്റെ വലങ്കയിൽ ഇരിക്കുന്നു. ഇതെല്ലാം വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. സമയത്ത് ഭയപ്പെടുന്നു ഞാൻ പെട്ടെന്ന് വരിക. അടുത്തത്, കർത്താവിന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു. ഇത് കർത്താവ് നടത്തുന്ന ന്യായവിധി. വാളതിനെ കാണിക്കുന്നു, ന്യായവിധിയെ കാണിക്കുന്നു. ഒടുവിൽ യോഹന്നാൻ കാണുന്നത് കർത്താവിന്റെ മുഖമാണ്. കർത്താവിന്റെ മുഖം എങ്ങനത്തെയാ? സൂര്യനെ പോലെ. 1-ാം അധ്യായം 17-ാം വാക്യം വായിച്ച്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ നോക്കണേ. യേശുക്രിസ്തുവിന്റെ നെഞ്ചോട് ചേർന്നിരുന്ന ശിഷ്യന്റെ പേരെന്നാ? യോഹന്നാൻ. വെളിപ്പാട് പുസ്തകം എഴുതിയതാരാ? യോഹന്നാൻ. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന് യേശുവിന്റെ നെഞ്ചോടെ ചാരി യേശുവിന്റെ ഹാർട്ട് ബീറ്റ്സ് കേട്ടുകൊണ്ടിരുന്ന യോഹന്നാൻ ഇപ്പോൾ കർത്താവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലായി. എന്താ കാരണം? തേജസ്കരിക്കപ്പെട്ട കർത്താവിന് മുമ്പിൽ നമ്മുടെ ഈ മാനുഷികമായ ശരീരത്തോടുകൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാമല്ലോ, യെശയ്യാവ് ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞെന്നറിയോ? ഞാൻ നശിച്ചെന്ന. നമ്മളെ തന്നെ ഒരു കാഴ്ചപ്പാട് വരണമെങ്കിൽ ദൈവത്തിന്റെ തേജസ് കാണണം, അല്ലേ? ഈ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഒരു യേശു ആരെന്ന് അറിയത്തില്ല. അന്നേരം എന്ത് ചെയ്തറിയാവോ? കർത്താവ് ഒരു പ്രാവശ്യം പറഞ്ഞു, പത്രോസ് നീ റെഡിയാക്കിയോ, യാക്കോബ് നീ റെഡിയാകും, യോഹന്നാനെ നീ റെഡിയാക്കിയോ, നമുക്ക് ഒരിടം വരെ പോവാം. എവിടാ? താബോർ മലയിലേക്ക് പോകും. മറുരൂപമല എന്ന് പറഞ്ഞൊരു മലയില്ല അവിടെ. മറുരൂപമല എന്ന് പേര് വരാൻ കാരണം കർത്താവായ യേശു ക്രിസ്തുവിന് വന്ന രൂപാന്തരം, അല്ലേ? യേശു ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെട്ടു. മത്തായി സുവിശേഷം 17-ാം അധ്യായം പ്രാരംഭ വാക്യങ്ങളുണ്ട്. സൂര്യനേക്കാൾ ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ യേശുവിന്റെ വസ്തു അത്ര വെണ്മയായി തീർന്നു. ആ തേജസ്. ആമേൻ. തേജസ്കരിക്കപ്പെട്ട ദൈവത്തെ നമ്മളത് കാണും. ഈ ഉണ്ണീശയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പ്രതിമ, ഈ വിഗ്രഹത്തെ ഒക്കെ മാറ്റി വെച്ചിട്ട് മഹത്വപൂർണനായ ദൈവത്തെ കാണും. മോശയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദൈവത്തെ ഒന്ന് കാണണം. ദൈവം പറഞ്ഞു, മോശ, നിനക്ക് എന്നെ കാണാൻ പറ്റത്തില്ല, നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയത്തില്ല എന്ന് ദൈവം പറഞ്ഞു. സ്തോത്രം. അത്ര തേജസ്സാണ് ദൈവത്തിന്.
സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം ഒന്ന് ജസ്റ്റ് ഒന്ന് മിന്നതേ ഉള്ളൂ. കണ്ണ് ശൗര് താഴെ വീഴും അല്ലേ? എത്ര ദിവസം സ്വാതന്ത്ര്യമായിട്ടിരുന്നു? കർത്താവിനെ നേരിട്ട് കാണാൻ പറ്റത്തില്ല. അത്ര തേജസ് നമ്മുടെ കർത്താവ്. പക്ഷെ യോഹന്നാൻ കണ്ടു, മരിച്ചവനെ പോലെ ആയി. ആമേൻ. ഇന്ന് നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടുന്ന കർത്താവ് തേജസ്കരിക്കപ്പെട്ട കർത്താവാണ്. ആമേൻ. എന്നിട്ട് യോഹന്നാനോട് കർത്താവ് ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നിട്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. എനിക്ക് ആ ഭാഗമൊക്കെ ഒത്തിരി പറയണമെന്ന് ആഗ്രഹമുണ്ട്. താക്കോൽ വെളിപ്പെടുത്തുന്നത് ശക്തിയെയും അധികാരത്തെയുമാണ്. യെശയ്യാപ്രവചനം 22:22, മത്തായിയുടെ സുവിശേഷം 16:19, 18:18 വായിച്ചേ. 2-3 വാക്യം ഇപ്പോൾ വായിക്കണം. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സകലത്തിന്റെ പരമാധികാരിയാണ്. ദാനിയേൽ പ്രവചനം വളരെ വ്യക്തമായി 12 അധ്യായങ്ങൾ എടുത്തു പറയുന്ന വിഷയം ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ള വിഷയമാണ്. ചിലർ വിചാരിച്ചിരിക്കുന്നത് പത്രോസിന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ് ഈ താക്കോലെന്ന്. തെറ്റിദ്ധരിക്കരുത്. യേശുക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് താൻ പ്രാപിച്ചിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ കർത്താവ് പറഞ്ഞ എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം പറയുന്ന സമയം എടുക്കുന്നില്ല. നീ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിക്കപ്പെടും. ഈ വാക്യത്തിന്റെ ചുവട് പിടിച്ച് ഈ അധികാരം മൊത്തം പത്രോസിലാണെന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. നിങ്ങൾ 18-ാം അധ്യായം എടുത്തേ, അതേ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം എടുത്തേ. 18:18 നോട്ട് വായിച്ച ലക്ഷണമുണ്ടല്ലോ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടു. നിങ്ങൾ പറഞ്ഞാൽ പത്രോസ് മാത്രമാണോ? പത്രോസിന് കൊടുത്ത അതേ അധികാരം ആർക്കൂടെ കൊടുത്തു? നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരധ്യായം കഴിഞ്ഞ് വന്ന് 18-ാം അധ്യായത്തിലേക്ക് വരും പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. പിന്നെ നിങ്ങൾ ഭൂമിയിൽ അയക്കുന്നതെല്ലാം സ്വർഗത്തിൽ വഴിഞ്ഞിരിക്കും. ആമേൻ. എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു മുഖവശവും ഇല്ല. പത്രോസിന് തന്നെയാണ് നമ്മളൊക്കെ വീട്ടിൽ പോയിരിക്കേണ്ടി വന്നത്. Praise God. നോക്കിക്കേ, ചില പ്രത്യേക കാര്യങ്ങളോട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ വാക്യം വായിച്ച്. അവൻ 12 വരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും. പത്രോസിനെ മാത്രം അടുക്കൽ വിളിച്ച് ശുശ്രൂഷയ്ക്കുള്ള അധികാരം കൊടുക്കുകയല്ല, പിന്നെയോ അവൻ 12 വരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. മലയാളത്തിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താണിത്? ഇതിനെക്കുറിച്ച് ഒരുപാട് ഭിന്ന അഭിപ്രായം ആത്മീയ മണ്ഡലത്തിലുണ്ട്. ഒരുവനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വിടാനുള്ള അധികാരം പത്രോസിനാണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ
ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയും നരകത്തിൽ കൊണ്ടുപോകുന്ന അധികാരം ഒരൊറ്റ മനുഷ്യന് കൊടുത്തിട്ടില്ല ദൈവം. അത് ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന വിഷയമാണ്. എന്റെ ഇങ്ങനെ ഒരു താക്കോല് തന്നാൽ ഞാൻ ആരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകും? എത്ര നിരപരാധികൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പേര് പറഞ്ഞ വിഷയം ഉണ്ടാകുന്നുണ്ട്, എന്റെ കാര്യം ഞാനങ്ങ് പറഞ്ഞു. പല നിരപരാധികളും നരകത്തിൽ പോവും, പലരും എടുക്കും. കാരണം നമ്മുടെ ദൃഷ്ടിയിൽ നല്ലതെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുക, പക്ഷെ ദൈവദൃഷ്ടിയിൽ അങ്ങനെ അല്ലല്ലോ, അല്ലേ? നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് നമ്മുടെ സ്വന്തം കൂടപ്പുറപ്പുകൾ എത്ര മോശമായാലും നമ്മൾ അവർ മോശമാണ് സമ്മതിക്കുകയില്ല, അല്ലേ? പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുകയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. അന്നേരം കർത്താവിന്റെ കയ്യിലിരുന്ന താക്കോലല്ല ആർക്ക് കൊടുത്തത്? പത്രോസിന് കൊടുത്തത്. അത് എന്താണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എന്താണ് ശിഷ്യന്മാർക്ക് യേശു കൊടുത്ത താക്കോൽ? സുവിശേഷം അറിയിക്കുവാനും ആത്മാക്കളെ നേടുവാനും ആവശ്യമായ എല്ലാ അധികാരവും ശക്തിയും യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരങ്ങൾ ഒരിക്കലും ഭൗമികമല്ലായിരുന്നു. കർത്താവ് കൊടുത്ത അധികാരം ഭൗമികമാണോ? എന്താ നിനക്ക് വലിയൊരു സിംഹാസനം തന്നിരുന്നിരുന്നു? കൊടുത്തു? കൊടുത്തില്ല. ജീസസ് എന്ന് പറയുന്ന പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പത്രോസ് ഏതെങ്കിലും സിംഹാസനത്തിൽ ഇരുന്ന വേദോസത്തിലൊന്നും ഇല്ല. ഉണ്ടോ? എന്റെ ബൈബിളിലില്ല, നിങ്ങളുടെ ഉണ്ടെന്ന് കാണിച്ചു തന്നാൽ. ഭൗമികമല്ല. ഭൗമികമായ ചെങ്കോലോ വടിയോ സാരവസ്ത്രമോ കിരീടമോ ബുള്ളറ്റ് പ്രൂഫ് കാറോ ഒന്നും ദൈവം കൊടുത്തില്ല. പിന്നെ എന്നാ കൊടുത്തത്? സ്തോത്രം. അപ്പോസ്തലരുടെ പുസ്തകം 3-ാമത്തെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ ഫിഷയായിരിക്കുവാനിരുന്നിരുന്നു. പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് അതൊരു വലിയ പുള്ളിയെ കണ്ടു. വെള്ളി പോലും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. നസറായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. യേശു ക്രിസ്തുവിന്റെ നാമമാകുന്ന താക്കോൽ. 3-ാമത്തെ 7-8 വാക്യം വായിക്കുമ്പോൾ, അവൻ ക്ഷണത്തിൽ രോഗശാന്തിയുടെ താക്കോൽ. 4-ാമത്തെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ധൈര്യത്തിന്റെ താക്കോൽ. 4-ാമത്തെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വചനത്തിന്റെ താക്കോൽ. 4:32 ഐക്യതയുടെ താക്കോൽ. അപ്പോസ്തലപ്രവൃത്തി 4:32, 6:7 വിശ്വാസത്തിന്റെ താക്കോൽ. 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മഹാശക്തിയുടെ താക്കോൽ. വീണ്ടും 32-ൽ കൃപയുടെ താക്കോൽ. 12-ാമത്തെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ താക്കോൽ. 1-ാമത്തെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സുവിശേഷീകരണമായ താക്കോൽ. ഇങ്ങനെ 10 താക്കോലുകളാണ് അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്തത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്തിനുള്ളതാണ്? ഒരാളെ കസാലയിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അവിടെ കയറിയിരിക്കാനുള്ള അധികാരമല്ല, അതൊന്നുമില്ല, ഭൗതികമായിട്ട് ഒന്നുമല്ല. കർത്താവിന്റെ വേലക്കുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. സുവിശേഷ വേലക്കുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. അതാ ദൈവം നമ്മെ തന്നിരിക്കുന്നത്. ഈ ആദ്യ വിഷയങ്ങൾ യോഹന്നാൻ കണ്ട കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ വിഷയം ഇപ്പോൾ ഉള്ളത്, അതായത് 2-3 അധ്യായങ്ങളിൽ കാണുന്ന സഭാ കാലയളവ്. പെന്തക്കോസ്ത് ദിനം മുതൽ കർത്താവിന്റെ വരവ് വരെയുള്ള 7 വിധ സഭാ കാലയളവിനെ കുറിച്ച് വ്യക്തമായ വെളിപ്പാട് യോഹന്നാന് ദൈവം കൊടുക്കുവാനിടയായിട്ടുണ്ട്. ആ സഭാ കാലയളവിന് മറ്റു പേരുണ്ട്, കൃപായുഗം. നമുക്കറിയാമല്ലോ, ആസിയയിലെ 7 സഭകൾ ഏതൊക്കെയാണ്? എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ. എന്നാൽ ഈ
സഭകൾക്ക് മാത്രമല്ല ഈ 7 ദൂതുകൾ. നമ്മൾ വായിക്കുമ്പോൾ ആ സഭകളെ റെപ്രസെന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വിഷയമാണെങ്കിലും ആ കാലഘട്ടങ്ങളിൽ മറ്റു പല സഭകളുണ്ട്. ഗലാത്യ സഭയുണ്ട്, കൊലോസ്യ സഭയുണ്ട്, പൊന്തോസ് സഭയുണ്ട്, മറ്റു പല സഭകളുണ്ട്. കർത്താവിന്റെ ആലോചന ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഭൂമിയിലുള്ള സകല സഭകൾക്കും കർത്താവിന്റെ ആലോചന അത്യാവശ്യം തന്നെയാണ്. പക്ഷെ 7 കാലഘട്ടത്തെ വിചിന്തനം ചെയ്ത് പഠിക്കാൻ പരിശുദ്ധാത്മാവ് അവയെ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 7 സഭകൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആദ്യം അഡ്രസ് ചെയ്തിട്ട് ആദ്യം അവരുടെ നല്ല വശങ്ങൾ പറഞ്ഞിട്ട് അവരുടെ കുറവുകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഓരോ സഭയ്ക്കും എടുത്തു പറയത്തക്ക ചില കുറവുകളുണ്ട്. എന്നാൽ 7 സഭകളിൽ സ്മുർന്ന സഭയ്ക്കും ഫിലദൽഫിയ സഭയ്ക്കും എടുത്തു പറയത്തക്ക കുറവുകൾ അവിടെ കാണുന്നില്ല. ബാക്കി 5 സഭകൾക്കും മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണ്ട ദൂത് കൊടുക്കുന്നുണ്ട്. എങ്കിലും കുറവുകൾ ഇല്ലെങ്കിലും മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക കുറവുകളൊന്നുമില്ല എന്നിരിക്കട്ടെ, എങ്കിലും കർത്താവ് നമുക്ക് തരുന്ന വാണിംഗ് ഒരിക്കലും നിഷേധിക്കരുത്. എഫെസോസ് സഭയുടെ പ്രശ്നം എന്തായിരുന്നു? ആദ്യ സ്നേഹം വിട്ടുപോയി. മാനസാന്തരപ്പെട്ട് വന്നാൽ എന്ത് കൊടുക്കും? ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഞാൻ എല്ലാം വിശദീകരിക്കുന്നതിന് നമുക്ക് സമയമില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ എഫെസോസ് സഭയ്ക്ക് ഒത്തിരി പ്രശ്നമൊന്നുമില്ല. ഒരുപാട് നല്ല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ. ഒരു കുറവ്, ഒത്തിരി ഇല്ല, 2 ഇല്ല, 3 കുറവില്ല, 4 കുറവില്ല. എത്ര കുറവേ ഉള്ളൂ? എല്ലാവരും ഇന്ന് കട തുറന്നിരുന്നേ. ഒരുപാട് ദിവസം പഠിക്കുന്നേ, ഉറങ്ങാൻ സുഖമാണെന്ന് എനിക്കറിയാം. വെളിപ്പാട് ദിവസം വായിച്ചാൽ ഉറങ്ങും, വെളിപ്പാട് പ്രസംഗം കേട്ടാൽ ഉറങ്ങും. അത് അങ്ങനെ അതിന്റെ സംഭവം അങ്ങനെ. അത് ഉറങ്ങിയില്ലെങ്കിൽ വേഗം ശ്രദ്ധിച്ചാണ്. അന്നേരം ഈ ഒറ്റ കുറവ് മാത്രമേ ഉള്ളൂ. എന്താ കുറവ്? ഓ, അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത കൂട്ടത്തിൽ ഒരു ചെറിയ സ്നേഹക്കുറവല്ലേ? പോട്ടെ തീർത്താൻ പറ്റുമോ? 4-5 വാക്യം പെട്ടെന്ന് വായിച്ചാലും ശരിയാകും. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ ഒരു കുറ്റം ഒരു കുറ്റം 100 നല്ല കാര്യം ചെയ്ത കൂട്ടത്തിൽ ഒരു കുറ്റമേ ഉള്ളെങ്കിലും ആ കുറ്റത്തിന് പരിഹാരം ഉണ്ടാവണം. ആ 99 കൂട്ടത്തിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ദൈവം നിന്നെ വിടത്തില്ല. ആ കുറ്റം പരിഹരിക്കണം. എന്നിട്ട് എന്താ പറയുന്നത്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന അത് ആദ്യം ഓർക്കണം. പിന്നെ മാനസാന്തരപ്പെടണം. ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. 3 കൂട്ടം കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ ഓരോ സഭയോടും കർത്താവ് പറയുന്നുണ്ട്. സ്മുർന്ന സഭയോട് പറയുന്നത്, സ്മുർന്ന സഭ പ്രോസിക്യൂട്ടർ ചർച്ച പീഡിത സഭയാണ്. ഒരു കുറ്റവും ആ സഭയ്ക്ക് പറയാനില്ല, അല്ലേ? എങ്കിലും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന ജീവകിരീടം. അതുകൊണ്ടാണല്ലോ വേറെ ഒരു കാര്യവും പറയാതെ വിശ്വാസ സ്നാന സമയത്ത് വിശുദ്ധന്മാർ തലയിൽ കൈവച്ച് ഒടുവിൽ സ്നാനാർത്ഥിയോട് പറയുന്ന പദം എന്താണെന്നറിയാമോ? മരണപര്യന്തം. മുന്നറിയിപ്പാണിത്, അല്ലേ? എന്നാൽ ജീവകിരീടം പ്രാപിക്കും. അടുത്ത പെർഗമോ സഭ മാനസാന്തരപ്പെടേണ്ട ഒരു സഭയാണ്. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് പെർഗമോ സഭ എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. പെർഗമോ സഭയോട് പറയുന്നത് എന്താണ്? ജയിക്കുന്നവന് ഞാന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, വെള്ളക്കല്ല് കൊടുക്കും, പുതിയ പേര് കൊടുക്കും. 2:17 അടുത്ത സഭ
തുയഥൈര സഭ. തുയഥൈര സഭയോട് എന്താ പറയുന്നത്? ഇസബേൽ എന്ന സ്ത്രീ അനുവദിക്കുന്നു. അതായത് കള്ളപ്രവാചകി, വിഗ്രഹാരാധനയെ പ്രൊമോട്ട് ചെയ്യുന്നവരെ, ദുർനടപ്പ് ആചരിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചർച്ചയായിരുന്നു. ഈ ചർച്ച ദൈവത്തിന് സഹിക്കാൻ പറ്റുന്ന ഒരു കേസല്ലേ? ഞാൻ പറഞ്ഞു, നീ ജയിക്കണം. ജയിക്കുന്നതോടുകൂടി ജാതികളുടെയുള്ള അധികാരം കൊടുക്കും. മാത്രമല്ല, ജയിക്കുന്നവന് ഉദയനക്ഷത്രയും കൊടുക്കും. സത്യസഭ, സത്യസഭയുടെ പ്രത്യേകത എന്നാ? നിനക്ക് ജീവനുണ്ടെന്ന് മരിച്ചവനാണ്. ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ, പക്ഷെ എന്താണ്? മരിച്ചവനാവുന്നു. ചിലർക്ക് പേരില്ലേ? സുശീലൻ. ഏതെങ്കിലും നല്ല ശീലമുണ്ടോ? അതുപോലെ തന്നെ അപസരായ പൗലോസിനെ 13 അധ്യായത്തിലുണ്ട് അല്ലെ? ബെറേഷ് എന്ന് പറഞ്ഞ യേശുവിന്റെ പുത്രൻ. സകല കപടവും ദൂർത്തും തെരഞ്ഞവനെ എന്ന യേശുവിന്റെ മകനെന്ന അർത്ഥമുള്ള പൗലോസ് പറഞ്ഞു. പേരിനകത്തൊന്നും വലിയ കാര്യമില്ല, ജീവിതത്തിനകത്ത് മാത്രമേ കാര്യമുള്ളൂ. ഓർത്തിരിക്കുക. അടുത്ത സഭ എന്നാ? ഫിലദൽഫിയ സഭ. ഫിലദൽഫിയ സഭ പറയത്തക്ക കുറവൊന്നും ആ സഭയ്ക്കില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും ഈ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ള കാര്യങ്ങൾ. അല്പം ശക്തിയുള്ളവർ എന്ത് ചെയ്യുക? അതിനെ കാത്ത് ജീവിക്കാൻ പറ്റും അല്ലേ? ലഭിക്കാൻ പോകുന്ന നന്മ എന്നാ? അടുത്തത് ലവോദിക്ക സഭ. ആ ലവോദിക്ക സഭയെ കുറിച്ച് 2-3 കാര്യം പറഞ്ഞിട്ട് സമാനം വരത്തില്ല. 3-ാം അധ്യായം 20-21 വാക്യം പെട്ടെന്ന് വായിക്കണേ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ലവോദിക്ക സഭയുടെ പ്രശ്നം ഭൗതികമല്ല. ആ ചർച്ചിന്റെ പ്രശ്നം യേശുവിനെ അവർ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിനോടാണ് പുറത്താണ്. വാതിൽക്കൽ നിന്ന് ലവോദിക്ക സഭയുടെ തകർച്ചകൾ വളരെ വലുതാണ്. ഓരോന്നും നമ്മൾ അക്കമിട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഓമന്ന് കളയും. ഒന്ന്, അവരുടെ ആത്മീയ ഓജസ് നഷ്ടപ്പെട്ടു. ലവോദിക്ക സഭയുടെ തകർച്ചകളിൽ ഒന്ന് അവരുടെ ആത്മീയ ഓജസ്. വിശ്വാസിയാണോ? വിശ്വാസിയാണോ? അവിശ്വാസിയാണോ? ആത്മീയനാണോ? അതെ. ജഡികനാണോ? അതെ. വ്യക്തതയില്ല. മനസ്സിലായോ? ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക ആത്മീയമുണ്ടല്ല, ഓജസ് ഇല്ല. പ്രാർത്ഥിക്കാൻ ദേവാസന്മാരെ സഭയിൽ പറഞ്ഞാൽ അനങ്ങിയില്ല. ഒക്കെ ആണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു 3-4 ഒറ്റ പെട്ടെന്ന് പ്രാർത്ഥിക്കും. അവസാനം ശബ്ദം കൂടുതലുള്ളവൻ ചെയ്യും. ഇപ്പൊ ശബ്ദം ആർക്കും ഇല്ലാത്തതുകൊണ്ട് ആരും ജയിക്കുന്നില്ല. ഓജസില്ല, നഷ്ടപ്പെട്ടു പോയി. 17-12 വാക്യങ്ങൾ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിഞ്ഞ് അവരുടെ ആത്മീയ മൂല്യം നഷ്ടപ്പെട്ടു. ആത്മീയ മൂല്യം നഷ്ടപ്പെട്ടു. ആത്മീയ മൂല്യം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം അവർക്ക് ദൈവം കൊടുത്ത സമ്പത്താണ്. അവർ ആത്മീയത്തിൽ നന്നായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും എന്നുള്ള നിലയിൽ ദൈവം കൊടുത്ത പ്രാർത്ഥിച്ച അനുഗ്രഹം. എന്നും നമ്മുടെ പ്രാർത്ഥനയിൽ
കൂടുതൽ നമ്മൾ പറയുന്ന പദം എന്നാണെന്നറിയോ? ഇനി എന്തോ അനുഗ്രഹം വേണ്ടി എന്തോ യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇവിടെ മാറ്റി നിർത്തി ഒരു ഇന്റർവ്യൂ നടത്തിയ ചേട്ടന്റെ അവകാശം മുഴുവൻ ആടെ പോകലില്ലുണ്ട്. ഞാൻ യാക്കോബിന്റെ കാര്യം പറയുന്നു. 2, അപ്പന്റെ അനുഗ്രഹം മുഴുവൻ ആടെ പോകലിലുണ്ട്. 3, ഭാര്യ വീട്ടിലെ അനുഗ്രഹം മുഴുവൻ ആടെ ഉണ്ട്. യാക്കോബിന് വില പറയാവൂ? യാക്കോബിന്റെ ഇത്രയും അനുഗ്രഹം മുഴുവൻ ഉണ്ടായിട്ട് യാക്കോബ് പ്രാർത്ഥിക്കുക എന്താ? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഈ അനുഗ്രഹം ഏത് അനുഗ്രഹം എന്നറിയാം? യാക്കോബിനറിയാം ജ്യേഷ്ഠാവകാശം കൊണ്ട് ഏശാവിനെ ജയിക്കാൻ ഒക്കെയല്ല, അപ്പന്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകാൻ ഒക്കെയല്ല, പിന്നെ ഭാര്യ വീട്ടിലെ നന്മ കൊണ്ട് മുമ്പിലുള്ള പ്രതിയോഗി ജയിക്കാൻ പറ്റുകയില്ല. ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ആ അനുഗ്രഹം സ്വർഗീയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ലവോദിക്ക സഭയിൽ അവരുടെ ആത്മീയ മൂല്യം നഷ്ടപ്പെട്ടു. അവർ പറയുന്നത്, ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല, എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. 18ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, സമ്പന്നനാകേണ്ടതിന് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് 18ാമത്തെ വാക്യത്തിൽ കുരുടൻ എന്നുള്ള വാക്കില്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീയ ദർശനം നഷ്ടപ്പെട്ടു, ആത്മീയ ഓജസ് നഷ്ടപ്പെട്ടു, ആത്മീയ മൂല്യം നഷ്ടപ്പെട്ടു, ആത്മീയ ദർശനം നഷ്ടപ്പെട്ടു. ഇനി 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു. ഇതാണ് ലവോദിക്ക സഭ തകർച്ചകൾ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ 2015 പല സഭകളെ ഒന്ന് വിചിന്തനം ചെയ്ത്, ഓജസ്സുള്ള സമയത്തുണ്ട്, മൂല്യമുള്ള സഭകളുണ്ട്, ദർശനമുള്ള സഭകളുണ്ട്, വിശുദ്ധിയുടെ സഭകളുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ലോകവ്യാപകമായി മൂല്യത്തകർച്ചകൾ വന്നു കഴിഞ്ഞു. എന്നിട്ട് ഈ സഭയുടെ 3 കാര്യങ്ങളാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. 3 പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ടാണ് ലവോദിക്ക സഭയുടെ ദൂത് അവസാനിപ്പിക്കുന്നത്. 1, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും, ഞാൻ പറയട്ടെ, ഓജസ്സും മൂല്യവും ദർശനവും വിശുദ്ധിയും ഒക്കെ നഷ്ടപ്പെട്ട ആത്മീയ മണ്ഡലങ്ങളിൽ അവിടെ ഇവിടെ ചിലരെ ദൈവം ശിക്ഷിക്കുന്നുണ്ട് മടങ്ങി വരാൻ വേണ്ടി. ചിലരെ ദൈവം ശക്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് രൂപാന്തരപ്പെടാൻ വേണ്ടി. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും. ഈ കേമന്മാര് മാറി എന്ന് പറയും, അവൻ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മളിവിടെ സുഖമായിട്ട് റോൾസ് റോയ്സിൽ യാത്ര ചെയ്യുക. രണ്ടാമത്തെ പ്രസ്താവന, നീ ആകയാൽ നീ ജാഗ്രതയുള്ളവരായിരിക്കുക. 3, മാനസാന്തരപ്പെടുക. മറ്റുള്ള 6 സഭകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശംസ പറയാനുണ്ടായിരുന്നു, ഒറ്റ പ്രശംസയും പറയാനില്ല. ലവോദിക്ക സഭയ്ക്ക് ഏതെങ്കിലും പ്രശംസ പറയാനുണ്ടോ? കർത്താവ് ഒരു പ്രശംസയും പറഞ്ഞില്ല. ഇപ്പൊ കർത്താവിന്റെ സഭ നമ്മളാണെങ്കിൽ ഇന്നത്തെ സഭയെ കണ്ട് എന്തെല്ലാം പറയുന്നറിയോ അല്ലെ? എന്തെല്ലാം തീരാത്ത പോലെ പറയും കാര്യങ്ങൾ. ഒരു പ്രശംസയും പറയാനില്ല. ഇനി ഒരു 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക്. വെളിപ്പാട് പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ ആണ് 1-ാം അധ്യായം 19ാമത്തെ വാക്യം. യോഹന്നാൻ കണ്ടത് യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ. 2 7 സഭകൾക്കുള്ള ദൂത് സഭാ കാലയളവ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മേലാൽ സംഭവിക്കും
പാർക്കുന്നു. നാലാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഭൂമിയിലായിരുന്ന ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും. 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ന്യായവിധികൾ അടക്കം ചെയ്ത മുദ്രയിടപ്പെട്ട പുസ്തകം പൊട്ടിക്കുവാൻ യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ കർത്താവായ യേശു ക്രിസ്തു അല്ലെ കുഞ്ഞാട് ഒരുക്കപ്പെട്ടു നിൽക്കുന്നത് 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്രകൾ ഓരോന്നായി പൊട്ടുകയാണ്. ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. 6-ാം അധ്യായത്തോടുകൂടെ എതിർ ക്രിസ്തു രംഗത്ത് വരികയാണ്. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയാണ് ദ ഗ്രേറ്റ് റെവല്യൂഷൻ, അതായത് മഹാകഷ്ടകാലം, മഹോദര കാലയളവ്. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നീണ്ടു കിടക്കുകയാണ്. പ്രധാനമായും 3 നിലകളിലുള്ള ന്യായവിധികളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. 1 7 മുദ്രകളാലുള്ള ന്യായവിധി, 2 7 കാഹളങ്ങളാലുള്ള ന്യായവിധി, 3 7 ക്രോധകലശങ്ങളാലുള്ള ന്യായവിധി. ഇവിടെ കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, വൈറ്റ് ഹോഴ്സ്. തെറ്റിദ്ധരിക്കപ്പെടരുത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിരയും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിരയും തമ്മിൽ ആനയും ആടും പോലുള്ള വ്യത്യാസം. ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്നവനും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്നവനും രണ്ടും രണ്ടാണ്. 6-ാം അധ്യായത്തിൽ ആന്റി ക്രൈസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തുവും 19-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവുമാണ്. പക്ഷേ സൂക്ഷ്മമായി പഠിച്ചില്ലെങ്കിൽ സംശയങ്ങൾ ഉളവാൻ സാധ്യതയുണ്ട്. 6-ാം അധ്യായത്തിൽ കാണുന്നത് വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ല ഉണ്ട്, അമ്പില്ല. എന്തേ ഉള്ളൂ? വില്ലേ ഉള്ളൂ. അമ്പില്ലാതെ വില്ല് കൊണ്ട് എന്നാ പ്രയോജനം? പക്ഷേ ഇവിടെ രക്തച്ചൊരിച്ചിലില്ലാതെ ജനത്തെ സ്വാധീനിച്ച് എതിർ ക്രിസ്തുവിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ആന്റിക്രൈസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് വില്ല് മാത്രമേ ഉള്ളൂ, അമ്പ് ഇല്ല. ഒരു ടെമ്പററി പീസ് ആണ് ഇവിടെ കാണുന്നത്. ഇനി മാത്രമല്ല ഒരു കിരീടവും ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ഭരണാധികാരിയാണ് ഈ കുതിര പുറത്തിരിക്കുന്നത്. ഒരു കിരീടം ലഭിക്കുക. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ നമ്മുടെ കർത്താവ് മുൾക്കിരീടം ഇവിടുന്ന് കിട്ടി. പക്ഷേ ഇനി രണ്ടാമത് ആരും യേശുവിന് കിരീടം കൊടുക്കേണ്ട കാര്യമില്ല. അവൻ രാജാതി രാജാവാണ്. നമ്മൾ പാടുമല്ലോ, മുൾക്കിരീട മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ,
വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. കർത്താവായ യേശുക്രിസ്തു ഇവിടെ വന്നിട്ടൊരു ഭരണാധികാരിയല്ല. ഇപ്പോഴേ എന്റെ കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവും സകല ഭരണാധികാരിയുടെ മേൽ അധികാരമുള്ളവനുമാണ്. ആന്റിക്രൈസ്റ്റ് ആണെന്നുള്ളത് അവനൊരു കിരീടം ലഭിച്ചു. പിന്നെ അടുത്തത് വളരെ രസമാണ്, ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14:33 പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്റെ കർത്താവ് ഇവിടെ വന്നിട്ട് ജയിക്കാൻ വേണ്ടി പുറപ്പെടുകയല്ല, അവനോ നേരത്തെ ജയിച്ചവനാണ്. സ്തോത്രം. രണ്ടാമത്, അതിന് ആദ്യം ജനത്തെ മുഴുവൻ തന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരിക. മനസ്സിലായോ? ആ നല്ല ഭരണാധികാരിയാണെന്നുള്ളത് ജനത്തെ ബോധ്യപ്പെടുത്തുന്ന തിരക്കിലാണ് ആദ്യത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കാണുന്ന സംഭവ വികാസങ്ങൾ. അതിനകത്ത് ഇസ്രായേൽ ജനം അവരുമായിട്ട് ഉടമ്പടി ചെയ്യും. കൈവിടപ്പെട്ടു പോയ ക്രൈസ്തവ സമൂഹം ആന്റിക്രൈസ്റ്റുമായിട്ട് ഉടമ്പടി ചെയ്യും. ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾ അവരുമായിട്ട് ഉടമ്പടി ചെയ്യും. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ലീഡിംഗ് റിലീജിയൻ ഏതാ? അല്ലേ? റിലീജിയൻ ആയിട്ട് ചോദിച്ചു, മതം ക്രിസ്ത്യാനിറ്റി അല്ലേ? അന്നേരം മേജർ റിലീജിയനുമായിട്ട് ഒരു ഉടമ്പടി. ലോകത്തിലെ ഏറ്റവും പവർഫുൾ നേഷനാണ് ഇസ്രയേൽ. ഇസ്രയേൽ വാസ്തവത്തിൽ ഈ ബഹുദൂര കാലം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്റെ പർപ്പസ് ഇസ്രയേലിന് വേണ്ടിയുള്ളതാണ്. മൂന്നാമത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. ഇങ്ങനെ 3 നിലകളിൽ ഒരു ഉടമ്പടി ചെയ്യുവാനായിട്ട് ഇതൊക്കെ വിശദീകരിച്ച് പഠിപ്പിക്കേണ്ട ഭാഗമാണ്. പക്ഷെ സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ മുന്നോട്ട് വരിക. രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു ചുവന്ന കുതിര അല്ലേ പ്രത്യക്ഷമായി. അതുമേൽ ഇരിക്കുന്നവനെ നോക്കിക്കേ, മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അധികാരം ലഭിച്ചു. അടുത്തത്, ഒരു വലിയ വാള് ഓന് കിട്ടി. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഈ എതിർ ക്രിസ്തുവിന്റെ കസ്റ്റഡിയിൽ സകലരും വന്നു കഴിഞ്ഞപ്പോൾ ഓന്തിന് നിറം മാറുന്ന പോലെ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. പെട്ടെന്നൊരു സ്വഭാവം മാറി. അവൻ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ കളറ് മാറി. വെള്ള പെട്ടെന്ന് എന്തായിട്ട് മാറി? ചുവന്നതായിട്ട് മാറി. ചുവപ്പ് രക്തച്ചൊരിച്ചിലിനെ അവിടെ കാണിക്കുന്നത്, യുദ്ധത്തെ കാണിക്കുന്നത്. ആ ചുവന്ന കുതിരയുടെ പുറത്തിരിക്കുന്നവനെ ശ്രദ്ധിച്ചാൽ അവന് ഡ്യൂട്ടിയല്ല, ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുക. മനസ്സിലായല്ലോ? സമാധാനം നൽകിയതാരാ? രണ്ട് കുതിര മാറുക, അന്തരീക്ഷം മാറുക, നല്ല ലോകത്തിന് നിറം മാറുക. അടുത്ത സ്റ്റേജിലേക്ക് വരിക. മനസ്സിലായോ? കുതിര രണ്ടാണെങ്കിലും കുതിരപ്പുറത്ത് ഇരിക്കുന്നവൻ ഒന്നാ. അന്നേരം ഈ ചുവന്ന കുതിരയുടെ പുറത്തിരിക്കുന്നവർ സമാധാനം എന്ത് ചെയ്യുക? നമ്മുടെ കർത്താവോ യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലല്ല ലോകത്തിന്. എതിർ ക്രിസ്തു സമാധാനം എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ലോകം മുഴുവൻ ചിന്തിച്ചു നോക്കിയേ. ഇതൊക്കെ പണ്ട് പഠിക്കുകയും വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ തീവ്രത അത്ര മനസ്സിലാകത്തില്ല. പക്ഷെ ഇന്ന് മനസ്സിലാവും. ഒരു കയ്യിൽ വലിയ വാള് കിട്ടി. പിന്നെ ഈ പുള്ളി ചെയ്തോണ്ടിരിക്കുന്ന ഡ്യൂട്ടി എന്നാ നോക്കിയേ.
ആ വാക്യം ശരിക്കും വായിച്ചേ. അതിന്റെ പുറത്തിരിക്കുന്നതിന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം. നടക്കുന്ന ലോകത്ത് നടക്കുന്ന സംഭവം എന്നാ മനസ്സിലാവുന്നു. ഒക്കെ ആത്മാവ് ഏതാണെന്ന് മനസ്സിലായിരുന്നു. തുടങ്ങിയിരിക്കുക സംഭവം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരെ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ ഭയങ്കര ന്യായവിധി ഉണ്ടാകാൻ പോവുക. ഭാര്യ നഷ്ടപ്പെട്ടവരുടെ ഭർത്താവ് നിലവിളിക്കുന്നു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരുടെ മാതാപിതാക്കൾ നിലവിളിക്കുന്നു, സഹോദരന്മാർ നഷ്ടപ്പെട്ടതുകൊണ്ട് സഹോദരിമാർ നിലവിളിക്കുന്നു. എല്ലായിടത്തും നിലവിളിയാ. കാരണം ആരെ നിയന്ത്രിക്കാൻ പറ്റും? ഈ വലിയ വാളുമായിട്ട് എല്ലാരും കൊല്ലുക, സമാധാനം എടുത്തു കളയുക. ഈ സമയത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനോട് ഒന്നിച്ച് സ്വർഗത്തിലായിരിക്കും. ഭൂമിയിൽ നിലവിളി വീഴുമ്പോൾ സ്വർഗത്തിൽ ഹല്ലേലൂയയുടെ ശബ്ദം വീഴും. അതുകൊണ്ടാണ് ഇപ്പോഴാവുന്ന രക്ഷാദിവസം, ഇപ്പോഴാവുന്ന സുപ്രസാദമായ ദിവസമാണ് പ്രസംഗിക്കുന്നത്. ഈ കൃപായുഗത്തിൽ കർത്താവിനെ അറിഞ്ഞാൽ ഈ എതിർ ക്രിസ്തുവിന്റെ പീഡന കാലയളവിൽ അകപ്പെടേണ്ടി വരികയില്ല. അടുത്തത് മൂന്നാമത്തെ മുദ്ര, കറുത്ത കുതിര പ്രത്യക്ഷമായി. വായിച്ചു, പെട്ടെന്ന് വായിച്ചു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. അതിന്മേൽ ഇരിക്കുന്ന ഒരു തുലാസ്. യുദ്ധം കഴിഞ്ഞാൽ അടുത്തത് ക്ഷാമമാണ്. ക്ഷാമം. എന്നിട്ട് ഒരു പണത്തിന് ഒരു ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. ഒരു വലിയ ക്ഷാമം ഭൂമിയിൽ ഉണ്ടാകാൻ പോവുകയാണ്. അന്ന് സ്കിൽഡ് ലേബറിനും അൺസ്കിൽഡ് ലേബറിനും എല്ലാം ഒരേ വേതനമാണ്. ഡോക്ടർക്കും എല്ലാം ഒരുപോലത്തെ ശമ്പളമാണ്. മനസ്സിലായോ? നമ്മളിൽ പലരും നാട്ടിൽ നിന്ന് ഇവിടെ വന്നത് നാട്ടിലെ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടവണ്ണം അനുകൂലമല്ലാഞ്ഞത് കൊണ്ടാണ്. സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ടാകാൻ വേണ്ടിയാണ് പലരും ഇത് ചെയ്യുന്നത്. ഇതിനൊക്കെ കഴിഞ്ഞ അതിനുവേണ്ടി വന്നല്ലെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ അന്നത്തെ സമയത്ത് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫിൽ വന്നാലും കണക്കാ, ഗൾഫിൽ നിന്ന് അമേരിക്കയ്ക്ക് പോയാലും കണക്കാ. കാരണം ഈ ക്ഷാമം സാർവത്രികമായിരിക്കും, യൂണിവേഴ്സൽ ഫാമിലി ആയിരിക്കും. രക്ഷയ്ക്ക് വേണ്ടി ഒരിടത്തും പോകാൻ പറ്റുകയില്ല. ക്ഷാമം വന്നു. അടുത്തത് പെട്ടെന്ന് എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. പഠിപ്പിക്കാൻ സമയമില്ല. അടുത്ത ഭാഗത്തിൽ അടുത്തത് മഞ്ഞ നിറമുള്ള കുതിര. താൽക്കാലിക സമാധാനം അവസാനിച്ചു, യുദ്ധം ഉണ്ടാകുന്നു. യുദ്ധം പിന്നെ ക്ഷാമത്തിലേക്ക് വഴിമാറുന്നു. പിന്നെ അടുത്ത് തന്നെ മഞ്ഞ കുതിര. മരണം സംഭവിക്കുക അവിടെ അല്ലേ? ആ ഭാഗത്ത് വായിച്ച് അവസാനിപ്പിച്ച് പെട്ടെന്ന്. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേർ. മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടരുന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. നോക്കണേ, യുദ്ധം കഴിഞ്ഞ് പകർച്ചവ്യാധികളായി മനുഷ്യൻ കൊല്ലപ്പെട്ട് കിടക്കുക. മനുഷ്യമാംസത്തിന്റെ സ്മെല്ല് കൊണ്ട് കാട്ടിക്കിടക്കുന്ന മൃഗങ്ങൾ എല്ലാം എന്ത് ചെയ്തു? നാട്ടിലോട്ട് ഇറങ്ങാൻ തുടങ്ങി. നിങ്ങളുടെ വില്യംസോർ എന്നോട് പറയാം, മാസ്റ്റർ ഒരു പാമ്പിനെ പോലും ഇന്ന് കൊല്ലാൻ ഒക്കുകയില്ല. വലിയ പ്രശ്നമാണ്. മനുഷ്യനെ കൊല്ലുന്നതിൽ ഒരു കുഴപ്പമില്ല. ഒരു പാമ്പിനെ കൊന്നാൽ ജയിലിൽ പോവും, ഒരു പട്ടിയെ കൊന്നാൽ ജയിലിൽ പോവും. മനുഷ്യനെ കൊന്നാൽ പൈസ ഉണ്ടെങ്കിൽ ഇറങ്ങി വരാം. ഇത് ഇറങ്ങാനും പറ്റില്ല.
ഇതിന് സംഭവം എന്താണെന്ന് അറിയാമോ? എല്ലാ ഗവൺമെന്റും നിയമം ഇങ്ങനെ പാസ്സാക്കി വെച്ചേക്കുന്നത് എന്നറിയാമോ? ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു ദിവസം എന്ത് ചെയ്യും? വെളിപ്പാട് പുസ്തകത്തിലെ 4ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവം നടക്കണമെങ്കിൽ ഇത് ഉണ്ടായേ പറ്റുകയുള്ളൂ. മനസ്സിലായോ? ഇന്ന് സുവിശേഷം അറിയിക്കാൻ വേണ്ടി വീടുകളിൽ ചെല്ലുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എത്ര വീടുകളിൽ ഇത് പട്ടി അഴിച്ചുവിടണമെന്ന് അറിയോ? ദേവാസന്മാർ വേദോത്സവമായിട്ട് ചെല്ലുമ്പോ എന്ത് ചെയ്യും? ഇഷ്ടം പോലുണ്ട്. നമ്മളൊക്കെ അനുഭവസ്ഥരല്ലേ? പട്ടി അഴിച്ചുവിടും. ഇങ്ങനെയുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യും? രാവിലെ കഥ തുറന്നു പുള്ളിപ്പുള്ളി നിൽക്കുന്നു. രാവിലെ ഓഫീസിൽ പറഞ്ഞ ടൈ ഒക്കെ ഇട്ട് കെട്ടി റെഡിയായിട്ട് സിംഹം നിൽക്കുന്നു. അതൊക്കെ തീർന്നല്ലേ അല്ലേ? കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാണ് പദ്ധതി. കർത്താവിനെ തിരസ്കരിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോവാം. ഇപ്പം തന്നെ ചിറ്റാറിൽ പുലി ഇറങ്ങി, തൃശ്ശൂർ പുലി ഇറങ്ങി, കടുവ എത്ര വരെ വന്നേ കഴിഞ്ഞ ദിവസം അല്ലേ? സംഭവിച്ചോണ്ടിരിക്കുക. എന്താണെന്നറിയാമോ? ഇതിന്റെ അടയാളങ്ങൾ ഇത് ചുമ്മാ പറയാൻ ഒക്കത്തില്ലല്ലോ. ഇപ്പൊ പ്രസവിച്ചോണ്ടിരിക്കുമ്പോ കാട്ടിക്കിടക്കുന്ന ഒരു മൃഗം നാട്ടിൽ വരികയെന്ന് സ്ഥാപിക്കാൻ പിന്നെ പറ്റിയായിരുന്നു. തെളിവ് തന്നില്ലെങ്കിൽ സമ്മതിക്കോ? ഇതെല്ലാം ആരംഭം കുറിച്ചു കഴിഞ്ഞു കേട്ടോ. കൃപയുടെ വാതിൽ അടയാൻ സമയമായി. കൃപായുഗം തീരാൻ സമയമായി. യേശു വരാൻ സമയമായി. ആ അന്ത്യക്രിസ്തു വെളിപ്പെടുവാൻ പോവുകയാണ്. എല്ലാ ലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവസഭ ഉണരേണ്ട സമയം കഴിഞ്ഞു. ആമേൻ. നാം നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി കരുതുകയും ഒരുങ്ങുകയും ചെയ്യുന്ന സമയമാണിത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത മുദ്ര പൊട്ടിച്ചപ്പോൾ അവൻ 5ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ ക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ രക്തസാക്ഷികളായി മരിക്കുന്നവരെ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ കാണുകയാണ്. 6ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി. ഇന്ന് സൂര്യനും ചന്ദ്രനും ഒക്കെ വെളിച്ചം തരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? തന്നെ വിശുദ്ധന്മാർ ഇവിടെ ഉള്ളത് കൊണ്ട്. സമയങ്ങളെല്ലാം മാറാൻ പോവാ. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. അടുത്തത് അത്യവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീണെന്ന് പറഞ്ഞാൽ ഉൽക്കകൾ വീണെന്ന, അല്ലെങ്കിൽ ഒരു നക്ഷത്രം വീണാൽ പരിപാടി അവസാനിച്ചൂടെ? കഴിഞ്ഞിടയ്ക്ക് ഉൽക്ക വീണല്ലോ. വീണോ? ഒരു 4 സെന്റ് കരിഞ്ഞു പോയി. ഞാൻ ടി വി കണ്ടതാ. അങ്ങനാണെങ്കിൽ ഇതിങ്ങനെ അത്തി പഴം വീഴുന്ന പോലെ എല്ലായിടത്തും ഓരോന്ന് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യും. എല്ലാം ഉണ്ട്. കാണുമോ? ദൈവസഭയിൽ ഉള്ളത് കൊണ്ടാണ് ഇത് ഉടുത്താത്തത്. മനസ്സിലായി? അല്ലെങ്കിൽ ഇവിടെ എല്ലാം വന്ന് വീഴണമെന്നറിയോ സംഭവങ്ങളൊക്കെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നറിയാമോ? ഒരൊറ്റ മനുഷ്യന് പോലും രക്ഷയില്ലാത്ത വണ്ണം അത്ര ഭയങ്കര ന്യായവിധിയാണ്. അതിന്റെ 12ാമത്തെ വാക്യം വായിച്ച് 6:12. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്യവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാം 12ാമത്തെ വാക്യം. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? അവരുടെ എന്നുള്ളതിനേക്കാൾ ഉപരി ഇംഗ്ലീഷ് അവന്റെ മഹാകോപ ദിവസം വന്നു. ക്രിസ്തുവിന്റെ മഹാകോപ ദിവസം വന്നു. ഒരു വലിയ കോപ ദിവസം വെളിപ്പെടാൻ പോവുകയാണ്. അടുത്തത് 7ാമത്തെ മുദ്ര നാം കാണുന്നത് 8ാം അധ്യായത്തിലാണ്. അവൻ 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. സ്വർഗത്തിൽ ഒരിക്കലും മൗനത ഉണ്ടായിട്ടില്ല കേട്ടോ. യെശയ്യാവ് കണ്ട ദർശനത്തിൽ യെശയ്യാവ് 6ാം അധ്യായത്തിൽ കാണുന്ന രാപ്പകൽ വിശ്രമം കൂടാതെ ദൂതന്മാർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറഞ്ഞ സൈന്യവാ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തെ നേരിടുക.
മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിൽ 1/2 മണിക്കൂർ മൗനം. നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ പ്രധാനപ്പെട്ട ആളുകൾ മരിച്ചാൽ 1 മിനിറ്റ് മൗനത, 2 മിനിറ്റ്, 3 മിനിറ്റ് അല്ലേ? പ്രസിഡന്റ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ 3 മിനിറ്റ് കിട്ടും അല്ലേ? അവധിയല്ല, ഞാൻ മൗനത. ആ ദുഃഖാചരണം അല്ലേ? ഇവിടെ സ്വർഗത്തിൽ 1/2 മണിക്കൂർ മൗനത എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദുഃഖാചരണമല്ല. പക്ഷേ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെ ഭയാനകരമാണ്. ഇതുവരെ സംഭവിച്ച പോലല്ല, ഇനിയും വരാൻ പോകുന്ന വിഷയങ്ങൾ വളരെ കഠിനവും ഗൗരവേറിയതാണെന്നുള്ളത് വിളിച്ചറിയിക്കുന്നതാണ് സ്വർഗത്തിലെ 1/2 മണിക്കൂർ മൗനത. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് 144,000 പേരിനെ കുറിച്ച് പഠിക്കാം. 7-ാം അധ്യായം. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. 14-ാം അധ്യായത്തിലേക്ക് വന്നേ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഈ 144,000 പേർ എല്ലാവരും കൂടെ ശ്രദ്ധിക്കണേ. ഈ 144,000 പേരെ കുറിച്ച് ഒരുപാട് സംശയങ്ങളിപ്പോൾ. ഇതാരാണെന്നാണ് അഭിപ്രായം? പറയാം, പെട്ടെന്ന് പറഞ്ഞോ. ഈ 144 പേർ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്ന 144,000 ആരാ? പഠിക്കാൻ വളരെ ഗുണം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. വെളിപ്പാട് ദിവസം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള സമയത്ത് ദൈവസഭ കാണുന്നതേ ഇല്ല. എന്താ? ദൈവസഭയെ കാണുന്നതേ ഇല്ല. എന്നിട്ട് ഇടയ്ക്ക് കയറി പറഞ്ഞേക്കല് ഞാൻ അവിടെ ഉണ്ട്. 6 മുതൽ 18 വരെയുള്ള അധ്യായം. 144,000 ഇവരാരാണ്? അനേകം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ക്രിസ്തുവിന്റെ സഭയാണ്, വേറൊരു പറയുന്നത് അതിൽപ്പെട്ട മറ്റൊരു കൂട്ടരാണെന്ന്. ഇവർ ക്രിസ്തുവിന്റെ സഭയോ അതിൽപ്പെട്ട മറ്റൊരു കൂട്ടരല്ല. കാരണം 144,000 ദൈവസഭയും തമ്മിൽ സാരമായ വ്യത്യാസങ്ങളുണ്ട്. 5-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുന്ന വെളിപ്പാട് പുസ്തകം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ശാന്തമായി പഠിക്കണം. ദൈവസഭ എന്നാൽ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ച വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. എന്നാൽ ഈ 144,000 പേര് ഏതാണ്? 12 ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അല്ലേ? സംശയമുണ്ടോ? 12 ഗോത്രങ്ങളിൽ നിന്ന് 7-ാം അധ്യായത്തിലേക്ക് ഒരു 4 മുതൽ വാക്യങ്ങള്. യഹൂദാ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ കണ്ടോ? ഈ 144,000 പേരെന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങളിൽ നിന്ന്. നമ്മളൊന്നും ആ ഗോത്രത്തിൽപ്പെട്ടവരേ അല്ല, അത് ആദ്യം മനസ്സിലാക്കണം.
രൂപേൻ ഗോത്രത്തിലുള്ളവർ കൈ ഉയർത്തിക്ക്. ഗാദ് ഗോത്രത്തിൽ, ബെന്യാമീൻ ഗോത്രത്തിൽ, യോസേഫ് ഗോത്രത്തിൽ. ഞങ്ങളല്ലേ ലേവ്യ. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 144,000 12 ഗോത്രത്തിൽപ്പെട്ടവരാണ്. അത് ആദ്യം ഗ്രഹിക്കണം. ബൈബിൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാവും. സ്വന്തം ഇഷ്ടമൊന്നും പറഞ്ഞാലും. രണ്ടാമത് സഭ എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ച വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഈ 144,000 ഒരു ജാതിയുടെ പേരുണ്ടോ? ഇല്ല. എന്നാൽ ഇത് സഭയല്ല. മനസ്സിലായോ? ഇതെന്തല്ല? സഭയല്ല. സഭ അല്ല. ഇനി രണ്ടാമത്തേത്, ദൈവസഭ കൃപായുഗത്തിന്റെ അവസാനത്തിലും 144,000 പേർ മഹോദ്രവത്തിലും എടുക്കപ്പെടും. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കർത്താവിന് വരവാ. അതിനുശേഷമാണ് 144,000 പേര് മഹോദ്രവ കാലയളവില് എടുക്കപ്പെടുന്നത്. അത് ഓർത്തിരുന്നോണം. എഫീസ്യർ 1:14 പേര് പെട്ടെന്ന് വായിച്ച എഫീസ്യർ 1:14, 4:30. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി വീണ്ടെടുപ്പ് നാളിനായി ആമേൻ. നമ്മെ മുദ്രയിട്ടതിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രയിട്ടതിനാ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. എന്നാൽ 144,000 പേരെ മുദ്രയിട്ടത് എന്തിനാ? 9-ാം അധ്യായം 3-4 വാക്യങ്ങൾ. വെളിപ്പാട് 9:3-4. നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേടിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ മുദ്രയിട്ടൊരു ഉദ്ദേശം ദണ്ഡനങ്ങളിൽ നിന്നുള്ള വിടുതൽ. മഹോദര കാലയളവിലെ ദണ്ഡനങ്ങളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ് അവരെന്ത് ചെയ്ത് മുദ്രയിട്ടത്. ഇനി നമ്മെ മുദ്രയിട്ടത് ആരാ? 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-22. മുദ്രയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടത് ദൈവമാണ്. 144,000 പേരെ മുദ്രയിട്ടതാരാ? 7-ാം അധ്യായം 2-3 വാക്യങ്ങൾ. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോൾ. ദൂതന്മാരാണ് 144,000 പേരെ എന്ത് ചെയ്തത്? വിഷയം മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ വ്യത്യാസം നമ്മൾ പഠിക്കണം. ഇനി 5-ാമത്, ദൈവസഭ സ്വർഗത്തിൽ പാടുന്നു. 144,000 പേര് ആ പാട്ട് കേട്ടു പഠിക്കുന്നു. 14-ാം അധ്യായം 2-3 വാക്യം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ വീട്ടുന്ന പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ദൈവസഭ പാടുന്ന പാട്ട് ഇവരെന്ത് ചെയ്യുക? കേട്ട് പഠിക്കുക. ഞാൻ വേഗത്തിൽ ഓടിച്ചു പാട്ട്, സമയം പോകുന്നു. 6-ാമത്, ദൈവസഭയെ കന്യക എന്ന ഏക വചനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ 14-4 144 പേർ കന്യകമാർ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മുദ്ര എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവാണ്. അവരുടെ മുദ്ര എന്ന് പറഞ്ഞ നെറ്റിമേലുള്ള എഴുത്താണ്. നമ്മുടെ മുദ്ര ഹൃദയങ്ങളിലാണ്. ഗലാത്യർ 4:11
അവിടെ മുദ്ര നെറ്റിമേലാണ്. ദൈവത്തിന് സ്തോത്രം. എന്തായാലും ദൈവസഭയുടെ സമാപന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം, ഭൂമിയിൽ വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. കർത്താവിന്റെ വരവാണ്. അതിനുശേഷം എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ രംഗത്ത് വരുവാനിടയായിട്ടുണ്ട്. അനേകർ ഇവിടെ കൊല്ലപ്പെടുവാനിടയായിട്ടുണ്ട്. പ്രകൃതിമേൽ ദൈവത്തിന്റെ കരം ഭാരമായി വരും. ഭൂമിയിലുള്ള ജനത്തിന്റെ ദൈവത്തിന്റെ കരം ഭാരമായി വരും. ഇപ്പോൾ രക്ഷ വിശ്വാസത്താലാണ്. ഇപ്പോൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലായി തീരുന്നത് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അന്ന് ആഗ്രഹമുണ്ടെങ്കിലും രക്തസാക്ഷിയായിട്ട് മരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. നമുക്ക് വളരാം. യുവജന സാധ്യത സഹായിക്കട്ടെ. അടുത്ത ക്ലാസ് അടുത്ത ആഴ്ച പഠിക്കും.